കേരളത്തിലെ മാജിക് കലാകാരന്മാരുടെ ഒരു ജനകീയ മുഖമാണ് ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ഇപ്പോൾ മാജിക്കൊക്കെ ഉപേക്ഷിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം നടത്തുകയാണ്. DAC ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ. കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഈ സ്ഥാപനത്തിനെതിരെ അവിടുത്തെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ് നടത്തുന്ന ആരോപണങ്ങളാണ്. ഒന്നാമത്തേത്, പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് DAC എന്ന സ്ഥാപനം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഡൗൺ സിൻഡ്രോം, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികളെ അവരുടെ എല്ലാ ചിലവുകളും ഏറ്റെടുത്ത് ഒരു ആർട്ട് ഫോം പഠിപ്പിച്ചെടുത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യിപ്പിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഈ ഒരു ധാരണ തികച്ചും തെറ്റായിരുന്നു എന്നതാണ് കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടുത്തെ കുട്ടികളെ ഓഡീഷൻ നടത്തി വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും ആർട്ട് ഫോം ഓൾറെഡി അറിയാവുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. കൂടാതെ എല്ലാ കുട്ടികളുടെയും മുഴുവൻ ചിലവ് ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി ഏറ്റെടുക്കുന്നില്ല. കുറച്ചു പേർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും സ്വന്തമായി വീട് റെൻറ്റിനെടുത്ത് അവരുടെ ഉള്ള ജോലിയും കളഞ്ഞ് കുട്ടികളുടെ കൂടെ നിന്നാണ് അവരെ ഈ സെൻറ്ററിലേക്ക് എത്തിക്കുന്നത്. സംഘടിപ്പിച്ചു 8,000 രൂപ റെന്റ് കൊടുക്കണം. ഈ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ നമുക്ക് ആ മാജിക് പ്ലാന്റിൽ നിന്ന് ഫുഡുള്ളൂ. ബാക്കി സമയം ഈ വയ്യാത്ത കുട്ടിയും കൂടെ നിൽക്കുന്ന രക്ഷകർത്താവ് ആരായാലും ശരി ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ സാധനവും അങ്ങോട്ട് പറിച്ച് നടേണ്ട ഒരു ഫാമിലി ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടുന്ന ഒരു അവസ്ഥയാണ്. പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും പൈസ ഉള്ളവർക്കല്ലേ അങ്ങനെ പോകാൻ പറ്റൂ. പൈസ പല പേരൻസും എന്ത് ത്യാഗത്തിനും തയ്യാറാകും എന്നതാണ് സത്യം. തങ്ങളുടെ കുട്ടിക്കൊരു പ്ലാറ്റ്ഫോം ലഭിക്കും എന്നതാണ് അവരുടെ ആശ്വാസം. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ എല്ലാ ചിലവുകളും നോക്കി ഒരു ആർട്ട് ഫോം പഠിപ്പിച്ച് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് സൊസൈറ്റിയെ ധരിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ധാരാളം ആളുകൾ സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഈ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഗവൺമെൻറ് വഴിയുള്ള ധനസഹായങ്ങളും കിട്ടുന്നുണ്ട്. എന്നാൽ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളില്ലാത്ത ചെറിയൊരു വിഭാഗം കുഞ്ഞുങ്ങളെ മാത്രമാണ്. അതീവ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിൽ വേറെയുമുണ്ട്. അവർക്കൊന്നും വേണ്ട ധനസഹായങ്ങൾ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിക്ക് മാത്രം ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നു? പൊതു ഖജനാവിൽ നിന്ന് എന്ത് മാനദണ്ഡം വെച്ചാണ് ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം ഫണ്ട് നൽകിയത്? ഈ അടുത്ത വിവരാവകാശ പ്രകാരം കിട്ടിയ വിവരം 1,75,00,000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം മാജിക് അക്കാഡമിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടിയത്. എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാജിക് അക്കാഡമിക്ക് മാത്രം ഇത്ര താല്പര്യപ്പെട്ട് ഇത്രയും തുക ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആദ്യ ആരോപണം. ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു, പ്രൊഫഷൻ വരെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണല്ലോ. പക്ഷേ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനോ അവരുടെ ഉന്നമനത്തിനോ അല്ല ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി ഈ സ്ഥാപനം നടത്തുന്നത് എന്നാണ് പേരൻസിൻ്റെ വാക്കിലൂടെ മനസ്സിലാകുന്നത്. കുട്ടികളുടെ ആർട്ട് ഫോം വളർത്തുക, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നതിലുപരി കുട്ടികളുടെ ദൈന്യത കാണിച്ച് അതുവഴി ഫണ്ട് ഉണ്ടാക്കാനാണ് ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിയും ശ്രമിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആൻഡ് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ മാത്രമാണ് ഗോപിനാഥ് മുതുകാട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളുടെ അമ്മമാരുടെ വിമർശനങ്ങൾക്കൊപ്പം തന്നെ മുതുകാടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഡിജിറ്റൽ തെളിവുകളും അടക്കം ഷിഹാബ് എന്ന വ്യക്തിയും ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. ഷിഹാബിനെ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. കൈയും കാലുമില്ലാത്ത, അതേസമയം ഈ പരിമിതികൾക്കിടയിലെല്ലാം നിന്നുകൊണ്ടും വളരെ ജനശ്രദ്ധ നേടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹവും ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 6 വർഷം മുന്നേ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി നടത്തുന്ന മുതുകാടിൻ്റെ തന്നെ സ്ഥാപനമായിരുന്ന അനുനയ സെൻറ്ററിൻ്റെ എംപവർ എന്ന പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിരുന്നു ഷിഹാബ്. എംപവർ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർ സ്റ്റേജിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ പ്രോഗ്രാം നടന്നിരുന്ന കാലത്തും മുതുകാടിൻ്റെ പെരുമാറ്റവും അവിടുത്തെ രീതികളും ശരിയല്ല എന്നാണ് തെളിവ് സഹിതം ഷിഹാബ് പറയുന്നത്. അതായത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒട്ടും സയൻറ്റിഫിക് അല്ല, പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരല്ല കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ ഭക്ഷണക്രമം, പല ഡിസബിലിറ്റിയുള്ള കുട്ടികളാണ്, അവരുടെ ഭക്ഷണക്രമം കറക്റ്റല്ല. പിന്നെ ഇതുപോലെ തന്നെ പേരൻസോ അതിൻ്റെ കോർഡിനേറ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ പരാതികൾ ബോധിപ്പിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മുതുകാട് പെരുമാറുന്നത് വളരെ റൂഡായിട്ടാണ് എന്ന് പല ആരോപണങ്ങൾ ഷിഹാബും ഉന്നയിക്കുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ജോലി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയെ പ്രദർശനം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഗോപിനാഥ് മുതുകാട്. കൂടാതെ കുട്ടികളുടെ പേരൻസ് ഉന്നയിക്കുന്ന മറ്റൊരു പരാതി, അവരുടെ പ്രശ്നങ്ങൾ മുതുകാടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും വളരെ റൂഡായിട്ടുള്ള റെസ്പോൺസാണ് വരുന്നത്.
എനിക്കിങ്ങനെ ഒരു കുട്ടിയില്ല, ഇതെൻ്റെ ഔദാര്യമായി കരുതിയാൽ മതി എന്ന് വരെ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഒരു പാരന്റ് പറയുന്നത്. കുട്ടിയുടെ അച്ഛനാണ്. അപ്പൊ സാറേ, ഇവിടുത്തെ നടത്തിപ്പിൽ ചില പാകപ്പിഴകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് സാറിനെ ഒന്ന് ബോധിപ്പിക്കണം. കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഇത്രയുമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം. തൊട്ടടുത്ത് എന്റെ വൈഫ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ആ വാക്ക്, പരിതാപകരം എന്ന് പറയുന്ന വാക്ക് എന്നെ പ്രകോപിതനാക്കി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അറ്റം ദേഷ്യമാണുള്ളത്. നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു. അപ്പൊ എന്റെ ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി. എന്റെ ഫീലിംഗ് അതാണ്. ഈ പറയുന്നതിന് പ്രൂഫ് ഉണ്ടായില്ല, പക്ഷേ ഈ പാരൻസിന് ഗോപിനാഥ് മുതുകാട് ഒരു മറുപടി വീഡിയോ ചെയ്തിരുന്നു. അതിലും അദ്ദേഹം ഈ സെയിം കാര്യം പറയുന്നുണ്ട്. അതായത് എനിക്കൊരു കുട്ടി ഉണ്ടായതിൻ്റെ പേരിലല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ച് സിമ്പതി പിടിച്ചുപറ്റി നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യുന്ന ക്രൂക്കഡായിട്ടുള്ളൊരു ബിസിനസ് മാൻ മാത്രമാണ്. ബിക്കോസ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മേളിലുള്ള എല്ലാ അധികാരവും, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും പിരിച്ചുവിടാനുള്ള അധികാരവും ഗോപിനാഥ് മുതുകാട് ആൻഡ് ഫാമിലിയുടെ പേരിൽ മാത്രമാണ്. എന്തുകൊണ്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും മാതാപിതാക്കളും ഇങ്ങനെയൊരു ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്നു? നമ്മുടെ ഈ സമൂഹം ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹമല്ല. സത്യത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പൊതുസമൂഹത്തിൻ്റെ സഹതാപമല്ല ആവശ്യം. അവർക്ക് കൂടി ജീവിച്ചു പോകാൻ പറ്റിയ സാഹചര്യങ്ങളാണ് സർക്കാരും പൊതുസമൂഹവും ഒരുക്കേണ്ടത്. ഇത്രയും ആരോപണങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു അന്വേഷണം ഉചിതമാണ്. ഇങ്ങനെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്ത് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹമാണ്.